ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് റീക്കോണിൻ്റെ അടുത്തൊരു ബോസ് ഫൈറ്റ് അല്ല, ബോസിനെ കണ്ടുപിടിക്കണം, അങ്ങനെ എന്തോ ആണ്. ലൈക്ക് നമ്മുടെ ഞാൻ ഈ സൈഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞൊരു ഇതിൽ. ഇതാണ് നമ്മളെ, അയ്യോ, അത് പക്ഷെ നിൽക്കുന്നത് ഈ ബോസിൻ്റെ അടിയിലാണ്, ലാ ഗ്രിങ്കാൻ്റെ അടിയിൽ. നമ്മ ഫസ്റ്റ് ചേർത്തത് ലാ പ്ലാഗാൻ്റെ അടിയിലത്തെ ലാ ഓറിയൻറ്റ് എൽ പൊലിറ്റോ ആളെയാണ് കഴിഞ്ഞ കളിയിൽ നമ്മൾ കൊന്നത്, ഈ രണ്ടാൾക്കാരെ. പക്ഷെ ഇതിൽ ഇവർ കൊല്ലാനാണോ എനിക്ക് എന്താ അറിഞ്ഞൂടാ. കൊല്ലം ലൊക്കേറ്റ് എന്നാ പറയുന്നുള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ ഇതാണ് ലൊക്കേഷൻ അങ്ങോട്ടുള്ളത്. എവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് Okoro's a mess, and Sueño is calling അപ്പൊ for അങ്ങോട്ട് El നമ്മൾ പോണം. Emisario's head. Not even El Yayo can protect him now. Track down El Emisario and bring him in. El Let's see if he's willing Emisario. to cut a deal. കൊണ്ടെടുത്തോ. പിന്നെ നമുക്ക് സ്നൈപ്പർ ഇട്ടായിരുന്നു കേട്ടോ. സ്നൈപ്പർ ഇട്ടൊക്കെ നമ്മുടെ ലൈവിലുണ്ട്. നിങ്ങൾ ചാടി കളിക്കോ. ഗുഡ് ടു ഗോ ചീഫ്. ഓ, ഇത് മറ്റേ ഗുണ്ടകളുടെ ഏരിയ ആണല്ലോ. അടിയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ, അപ്പം തടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പം എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും അങ്ങോട്ടൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് സെറ്റ് ആവണ്ടേ, മോട്ടിവേഷനൊക്കെ തന്നെ, മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും എൽ എമിസാരിയോയുടെ അടുത്തോട്ട് പോവാം. ലൊക്കേറ്റ് എൽ എമിസാരിയോ, അല്ല, മിഷൻ ലൊക്കേറ്റ് എൽ എമിസാരിയോ. രണ്ടാമത്തെ ബോസ്സാണ് കേട്ടോ നമ്മളതിലത്തെ. ഇത് ശരിക്കും മിനി ബോസ്സാ. എന്താ പറയുക, ബോസിൻ്റെ അടിയിൽ കുറച്ച് ബോസ്സുകളുണ്ട്, അവരുടെ അടിയിലത്തെ ബോസ്സാണ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇയാളുടെ അടിയിലുള്ള ബോസ്സുകളാണ്. ഇങ്ങനെയാണ്, ഓ ഇങ്ങനെ ഒരു കാറ്റഗറിയാണ് കണ്ട. അതായത് എൽ സ്യൂനേൻ്റെ അടിയിൽ എൽ മൊറോൻ്റെ അടിയിൽ ലാപ്ലാഗൻ്റെ അടിയിലാണ് ഈ കാണുന്ന ആൾക്കാരൊക്കെ എന്ന് തോന്നുന്നു. ഇതെന്താ, ഇയാളാരുടെ അടിയില്ല, ഇയാൾ ഒറ്റക്കാണ്. ദ ബ്യൂട്ടി ക്യൂന് ഇവിടെ എൽ ബൊക്യൂറ്റോ. ഓ, ഇതിൻ്റെ അടിക്ക് ഇങ്ങനെ, ഇതിൻ്റെ അടിയിൽ ഇത്ര ആൾക്കാരുണ്ട്. ഇവിടുന്ന് ഇതേടെ തന്തപ്പിടിയാ യായോ. അതിൻ്റെ അടിയിൽ ഈ പെണ്ണ്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ. അങ്ങനെയാണ് ഇതിൻ്റെ ബോസ്. അപ്പോൾ ബോസ്, അതിൻ്റെ ബോസ്, അതിൻ്റെ ബോസ്. അയ്യോ, അടിക്ക് മൂന്നാമത്തെ ബോസിൻ്റെ അടിക്ക് വരുന്ന ബോസുകളാണിത്. അത് കൊള്ളാം. അപ്പോൾ കുറേ ബോസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 19 ബോസ് ഫൈറ്റ് സീരീസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് കേട്ടാ. ബോസ് ഫൈറ്റ് എന്നല്ല, നമുക്ക് എന്തായാലും ഇത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലൊക്കേറ്റ് മാത്രമേ ഉള്ളേ. മറ്റേ നമുക്ക് കില്ലെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഡൗട്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കത്തിച്ച് വിടാം. ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലേ. വണ്ടി ഓടിച്ചു പോകാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട്? ഇല്ല, പ്രശ്നമില്ല. കോൺവോയ്യ വേണ്ട, ഞങ്ങളെ പോവേ. ഞാൻ ചെയ്ത വീട് പറഞ്ഞില്ലല്ലോ. അടങ്ങിരി, വണ്ടി കയറി. നമ്മള് വേറൊരു മിഷന് പോവല്ലേ, അതിൻ്റെ ഇടക്കാണ് വേറെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ കണ്ടേക്ക് എടുത്ത് വെടിവെച്ചവന്മാര്. അയ്യോ, ഹെലികോപ്റ്റർ ഉണ്ട് അവിടെ. നമുക്ക് 2 കിലോമീറ്റർ ഉണ്ട്. വേണ്ട. ഇയാടെ ഇവന്മാർക്ക് പിന്നെ എല്ലായിടത്തും സ്പോട്ട് ചെയ്യുന്നുണ്ടല്ല. എനിക്കിപ്പോൾ തല്ലിടാനുള്ള മൈൻഡിലല്ല. എന്നൊക്കെയാ പിന്നെ എടുത്തോളാടാ. ഇപ്പം ഞാനൊരു മിഷന് 2 കിലോമീറ്ററും കൂടെ. അയ്യോ, പട്ടിപ്പോയി. ബോസില്ലേ ഇതിന്? മോശമായിപ്പോയി. എത്രയാ എവിടത്? എത്തനെ. പോണ വഴിക്കന്നെ ആളുണ്ടല്ലോ ചെക്ക് പോസ്റ്റില്.
Ready? Fire, ആ fire, fire. വെടിവെക്കല്ലേ വെടിവെക്കല്ലേ Firing. Roger. കൊന്നവനെ They've seen us. എടാ കൊന്നടാ Get ready, fire. Ugh. അടിച്ചു കൊല്ലവനെ കൊന്നവനെ ആ ചത്ത് നമുക്ക് നടന്നു വരാ നടന്നു വാടാ നിങ്ങൾ വെടിവെക്കല്ലേ അടങ്ങിയിരി ഹോൾഡ് ആ Here we go. Unidad's firing on the cartel. എടാ നോക്കടാ തരാട്ടറാ A todas las unidades, comiencen el ataque. എന്താടാ കളനും പിടിച്ച് കളിക്കുന്നടാ എടാ ഇറക്കടാ വാ ആ Coming up on the target area now. Get ready. Bowman can't wait to take a run at El Emisario. So watch your fire. We need to take him alive. Copy that. ഓ അവനെ പൊക്കണം ¿Qué chingados esperan? ¡A partir de la madre con todo! ¡Vamos a enseñarles quién manda! ¡Disparen! Oh shit, here they come. ആ അവനാരടാ Fucking hell! Got it, moving. Let me find a good position. Got the target. I'm opening fire on these shitheads. ഓടിയ ആൾക്കാർ പടയടക്കില്ല തുടങ്ങിയത് ആ റിലോഡ് റിലോഡ് ഇതൊരുപടിയാടാ നീ ഇരുന്നിരുന്ന തല വെച്ചിട്ടിരുന്നിരുന്ന നിക്കൊള്ളല്ലോടാ കഴിഞ്ഞാ ഒരു മിനിറ്റ് ചെറുക്കന്മാരോട് ഫയർ പറയട്ടെ ചെറുക്കന്മാർ പോയി തീർത്തോളൂ അപ്പോൾ അല്ല ഇല്ലമ്മിസാരിയോടെ ഇല്ലമ്മിസാരിയോ ഇല്ലമ്മിസാരിയോ ഞാൻ വന്നു എടാ മോളിയാ ഇല്ല ഹെലികോപ്റ്റർ കയറി പോവാൻ നിൽക്കുവാണാ അപരാധം കാണിക്കരുത് അല്ല എന്താ എന്താ വേറെന്തോ സാധനം എന്തല്ല അല്ല അനാവശ്യ കാര്യങ്ങൾ കാണിക്കരുത് അല്ല I'll be damned. Ladies and gentlemen, El Emisario has left the building. Killed himself rather than face his own grandfather. That's fucked up. I feel like we drove him to it. Come on, man, stop it with that shit. He made a choice. We need to check the body. See if he's got anything on him. കുറച്ച് അവിടെ എല്ലുമിസാരിയോ ചത്തടാ സൂയിസൈഡ് ചെയ്ത് ശടാ Hey, got a suicide note. Bowman, this is Nomad. We found El Emisario. He's dead. What happened? He killed himself. Left a note to El Sueño taking the blame for the loss of the labs in Okoro. Guess the shame of failing his grandfather was just too much to take. That little shit. We had El Yayo by the nuts, and now this. Guess he wasn't quite the fuck up we thought he was. He just didn't break the way we expected him പിസ്കു to. It happens sometimes. Well, you do this sort of thing a lot? I do whatever it takes to get the job done. Same as you. എടാ ഫേമസ് ചെയ്യുന്ന ഫേമസ് ആയിട്ടൊന്നുമില്ല എടാ എന്നാലും അവർ എന്തൊരു പരിപാടി നീ കാണിച്ചേ വീഡിയോ നോക്കട്ടെ Innovation versus experience. Technology versus tradition. Youth versus age. La Gringa versus ഇത് മറ്റേ Yayo. ബോസ് മെയിൻ I had been ബോസിന്റെ അടിയിൽ hoping വരുന്ന they would complement തന്തപ്പടിയല്ലേ each യോയോ other, but they could not get along. They were too different. I have been producing cocaine this way for years. That's exactly the problem. Our product was so good, the Avanaണ് main. demand was only increasing. We couldn't keep up. I don't care how you do it. Science, tradition, or voodoo.
Just make more. Or I'll find someone that can. ഓക്കെ, അപ്പം അതും തീർന്ന്. ഇതിൽ വന്നാലേ കുറച്ച് വീഡിയോ The കാണാം. Santa Blanca cocaine production pipeline, led ഇവൻ by തന്നെ. El Yayo. യോയോ അല്ല കേട്ടോ, യായോ. It all starts in the fields with the harvesting of the Erythroxylum novagranatense, aka the coca plant. Oy, Of the ശരി. 200 known species of ഒന്ന് പറഞ്ഞ പോരെ. Erythroxylum, only 2 contain usable levels of cocaine, so you have to know what you're planting. El Yayo knows what he's planting. കേളവൻ ശരിയല്ല കേട്ടോ. First, അപ്പോ his people strip the leaves off the plant. Then the leaves are dried, finally chopped, and sent to the lab. That's where this chick comes in. La Gringa here is an American chemist with Mensa-level IQ La Gringa, and അടുത്ത. sub-zero morality numbers. യായാന്റെ അടിയിൽ വരുന്ന ബോസ് അത്. They take the chopped leaves, dust them with lime. That's right, lime. Then pour diesel fuel all over them. Stir for 3 days. You can use a washing machine or a cement mixer, but Santa Blanca does it by hand. Then they mix all this shit with sulfuric acid, a dash of ചെറുനാരങ്ങ, caustic ഡീസല്, soda, and bam, വാഷിംഗ് മെഷീന്, cocaine paste. സിമെന്റ് മെഷീന്. You അതിന് drop, chuck in more acid, and And pretty the- soon you got powder. But now you have to purify it because no one wants to snort yellow powder. It's gross. So, a little more acid, some potassium permanganate, pyrolusite. Hungry yet? Filter it with ammonia and beautiful, pure white cocaine. ഇയാടെ But everyone knows how to do this, right? What makes Santa Blanca so special? What makes SB a brand? Because they figured it out. How to mass produce a custom product. Plant genetics, logistics, mechanization, state-of-the-art labs, reduction of redundancies, quality control, purity of chemicals, and, of course, the secret sauce. They're geniuses. They've taken coke production into the 22nd century. What Henry Ford did for the factory, they've done for the lab. They're innovators, they're pioneers, they're SB. SB ശ്രീനാഥ് ബസിയാണ് ആയിക്കൂല. നമ്മ കണ്ട ഇത് കണ്ടില്ല. El Yayo was born amidst the Bolivian ഇതിന്റെ കഥയാണല്ലോ coca. മൊത്തം. His mother carried him on her back until he was old enough to go to work for himself. For decades, Yayo picked the leaves, fingers blistered, back aching, feet bleeding. But never, in all that time, did he once extract the alkaloids to make cocaine. To Yayo, the coca leaf was an ancient tradition, going back 8,000 years, a medicine, a culture, una planta sagrada. Of Una course, planta the sagrada. Americanos had a different opinion. They called it Plan Dignidad, the dignity plan. Although Yayo was no more than a farmer, un cocalero, his world was left in ruins. With no other means available, he was forced to do the one thing that he vowed never to do. He was forced to produce cocaine. In the end, the Americans' efforts to stop cocaine production created one of the greatest cocaine producers to ever live. ഓ മെയിൻ ബോസ് വന്നിട്ട് പിടിച്ചാനെ കൊണ്ടുപോയി. 26 കില്ല. ചേബ്ലൈ കഴിയട്ടെ. എന്തൊരു പുതിയ ഗണ്ണ് വന്നാ? അല്ല, ഗണ്ണിനിപ്പോ പാർട്സ് വന്നു കേട്ടാ. എടാ സ്കോപ്പ് എന്താടാ വരത്തുന്നാലും. പിന്നെന്താ പുതിയ വന്നത്? ഓഹോ, നീല 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 മതി. അയ്യോ ലോക്ക്. ആ ഇത് കൊള്ളാല്ലേ. ഓ പുതിയ ഗണ്ണ്. പോരാ.
കോറൽ. ഇതെൻ്റെ സാധനം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ നിർത്തുവാണ്. നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്. തൊട്ട് തടിച്ചാവോ? അപ്പോൾ നമ്മൾ അടുത്ത ബോസ് ഫൈറ്റ് ആയിട്ട് കാണാം. അതിൻ്റെ മുമ്പ് ലൈവ് ഉണ്ടാവും കേട്ടോ. മറ്റേതിൽ ഒന്നെങ്കിൽ മെയിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ലൈവ് ഉണ്ടായിരിക്കും. യാ, ബാക്കി അടുത്ത ബോസ് ഫൈറ്റിന് ഏത് സൈഡിലോട്ട് പോകുന്നതാന്ന് നോക്കണേ. ഐ തിങ്ക് ഇതൊക്കെ ഇനി 3 സ്റ്റാറിൻ്റെ. അപ്പോൾ നമുക്ക് അടുത്തത് ഇങ്ങോട്ട് പോകാം. കൈമെൻസ്. അത് ചെറിയ മാപ്പാണെന്ന് തോന്നണം. ചെറിയ മാപ്പാണ്. അടുത്തത് നമുക്ക് ഇങ്ങോട്ട് പോകണം. കൈമെൻസിൻ്റെ അടുത്തോട്ട്. കൈമെൻസ് എങ്ങനത്തെ സംഭവം നിൽക്കാനോടെ. കൈമെൻസിന് ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. അൺനോൺ മാനാണ് ആൾ എന്തായാലും. ഓ, ഇതൊക്കെ 5 സ്റ്റാറാ. ഇത് 2 സ്റ്റാർ ഉണ്ടല്ലോ. നമുക്ക് മുകളിലോട്ട് പോകാം. ഓക്കെ, മുകളിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് PND അഗ്വ ബെർത്തെ. എന്താടാ ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനെന്ന് തോന്നണ് പേരൊക്കെ കണ്ടിട്ട്. ഇവിടേക്ക് 7 മിഷൻ ഉണ്ട്. ഇവിടെ 5, ഇത് 6. ഇവിടെ ബോസ് ഇല്ലേ? അവിടേക്ക് എത്തുമ്പോൾ വരിക്കും. അടുത്തതപ്പോൾ നമുക്ക് ഇത് പോകുമ്പോൾ അഗ്വ വെറുതെ ആണ്. അപ്പോൾ ശരി. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ. അപ്പോൾ ലൈക്ക് അടിക്കണം കേട്ടോ, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.